ശ്രീ സേനാപതി വേണു, നിങ്ങളുടെ സ്വന്തം മനോരമയാണ് ഇത്തരത്തിൽ ഈ UDFന്റെ ആവേശം കെടുത്തുന്ന പോളിംഗ് ശതമാനമാണ് ഉണ്ടായത് എന്ന ഒരു വിശകലന റിപ്പോർട്ട് ഇംഗ്ലീഷ് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചത്. അവർ പറയുന്നൊരു കാര്യം, സംസ്ഥാന സർക്കാരിനെതിരായ വികാരമുണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്താമെന്നായിരുന്നു UDF പ്രതീക്ഷയർപ്പിച്ചത്. പക്ഷേ അത് വേണ്ടത്ര ഫലം കാണാതെ പോയി. മനോരമയുടെ ഇംഗ്ലീഷ് പോർട്ടൽ നൽകുന്ന വിശകലനമാണിത്. താങ്കൾക്ക് വേണമെങ്കിൽ കയറി പരിശോധിക്കാം. അതായത് ഈ സംസ്ഥാന സർക്കാരിനെതിരെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്ര വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിട്ടും അതൊന്നും വോട്ടർമാർക്കിടയിൽ ഒട്ടും ഏശിയില്ല എന്നതാണ് മനോരമ പങ്കുവെക്കുന്ന വികാരം. ശ്രീ സേനാപതി വേണു, നീലിമ, 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 23-ന്, ഇപ്രാവശ്യം ഏപ്രിൽ 26, 3 ദിവസം മുമ്പാണ്. 2019 ഏപ്രിൽ 24 ദേശാഭിമാനി ദിനപത്രം ഉണ്ട് എങ്കിൽ അതിന്റെ തലക്കെട്ടൊന്ന് എടുത്തു നോക്കണം. ആ തലക്കെട്ട് 2019 തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ദേശാഭിമാനി പത്രത്തിലെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള അവരുടെ തലക്കെട്ട് പത്രം ഉണ്ട് എങ്കിൽ ഒന്ന് എടുത്തു നോക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് LDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് 19. അപ്പം വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ പ്രകാശ് മാസ്റ്ററോട് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളിപ്പോ വിന്നേഴ്സാണ്. പോളിംഗ് ശതമാനമെല്ലാം പുറത്തു വന്നല്ലോ. UDF തരംഗമാണ് ഇപ്പോൾ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? UDF തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അല്ല നീലിമ, ഞങ്ങൾക്കൊരാശങ്കയും ഉത്കണ്ഠയും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ എത്ര ലാഘവത്തോടു കൂടിയാണ് ജയചന്ദ്രൻ സാർ പറഞ്ഞത്, ഒരാളും ടെൻഡർ വോട്ട് ചെയ്തിട്ടില്ല, ഒരാളും പരാതികൾ കൊടുത്തിട്ടില്ല. പരാതികളെല്ലാം UDFന്റെ നേതാക്കള്, സ്ഥാനാർത്ഥികളെല്ലാം ഇന്നലെ മുതൽ ടിവികളിലും മാധ്യമങ്ങളിലും എല്ലാം അവർ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന ഒരാൾക്ക് രാത്രി 10 മണിയായിട്ടും വോട്ട് ചെയ്യാൻ അത് ചില മണ്ഡലങ്ങളിലും ചില പ്രദേശങ്ങളിലും കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് കേവലം യാദർശികമാണ്, അതല്ല എങ്കിൽ നിഷ്കളങ്കമാണ് എന്നൊക്കെ ജയചന്ദ്രൻ സാറിനെ പോലെ ഒരാള് അത് അങ്ങനെ വന്നൊരു ഒരു മാധ്യമ പ്രവർത്തകൻ പറയുമ്പോൾ, ശ്രീ സേനാപതി വേണു, ആ ക്യൂവിൽ നിൽക്കുന്നത് LDFന് വോട്ട് ചെയ്യാൻ വന്നവർ മാത്രമായിരിക്കില്ലല്ലോ, അവിടെ UDFന് വോട്ട് ചെയ്യാൻ വന്നവർ മാത്രമായിരിക്കില്ലല്ലോ, BJP അനുഭാവികൾ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇത് എല്ലാവരെയും ബാധിക്കുന്നതല്ലേ? അപ്പൊ UDFന് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് 2 മണിക്കൂർ ക്യൂവിൽ നിർത്തി എന്നൊക്കെ പറയാൻ കഴിയുമോ? അല്ല, ഞാൻ പറഞ്ഞത് വളരെ സെൻസിറ്റീവായ പോളിംഗ് നടക്കുന്ന ചില പോളിംഗ് സ്റ്റേഷനുകൾ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ താമസിപ്പിക്കാനും വോട്ടർമാർക്ക് സമയത്ത് വോട്ട് ചെയ്യാൻ പറ്റാതെ അവർ നിരാശരായിട്ട് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇന്നോളം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ പുതുതായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള കാരണം? ഇപ്പൊ 4% ബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000-ൽ പരം, 1,00,000 വരെ ഉള്ള ബൂത്തുകളിൽ 4% ബൂത്തുകൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ബൂത്തുകളുടെ എണ്ണം എവിടെ പോവുകയാണ്? നമ്മൾ കേവലം 4% എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ എന്താ പറഞ്ഞ അവരുടെ കമ്മിറ്റികൾ, കുടുംബയോഗങ്ങളെ കുറിച്ചൊക്കെ ജയചന്ദ്രൻ സാർ മതന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങളുള്ള വിശ്വാസമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം അന്ന് തന്നെ നഷ്ടപ്പെട്ടു. നിങ്ങൾ പണ്ട് പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ EP നാളത്തെ BJP എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സേനാപതി വേണു, അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 മണ്ഡലങ്ങളുടെ കണക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. പൊന്നാനിയും മലപ്പുറവുമാണ് ഒന്ന് എടുക്കേണ്ടത്. ശ്രീ സേനാപതി വേണു, പൊന്നാനിയും മലപ്പുറവും ഒന്ന് എടുക്കണം. അവിടെ UDF തരംഗമുണ്ടായപ്പോൾ പൊന്നാനിയിൽ 74%, ഇന്നലെ രേഖപ്പെടുത്തിയത് 69%, മലപ്പുറത്ത് 75%-ന്റെ സ്ഥാനത്ത് 72%. ഇത്രയേറെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അങ്ങേയറ്റം മേൽക്കൈയുള്ള 2 മണ്ഡലങ്ങളാണല്ലോ. സ്വാഭാവികമായും നിങ്ങളുടെ കൈവെള്ളയിലുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ നിങ്ങളോടുള്ള വിശ്വാസരാഹിത്യമാകാം ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയത്. കാരണം പച്ചക്കൊടിയുടെ വിവാദമൊക്കെ അവിടെ നിൽക്കുകയാണല്ലോ, CAA വിവാദം അവിടെ നിൽക്കുകയാണല്ലോ. ഇടതുപക്ഷത്തോടുള്ള വിശ്വാസരാഹിത്യവും ആകാമല്ലോ. കാരണം നേരം വെളുക്കുന്നത് വരെ ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ആളുകള് നേരം വെളുത്തു കഴിഞ്ഞപ്പോ കാണുന്നത് ഫാസിസ്റ്റുകാരന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അത് അവിടെയും പിന്മാറിയതാകാമല്ലോ. ആരാണ് പിന്മാറിയത് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മഷിയിട്ടൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും നമ്മൾ ജൂൺ മാസം 4-ാം തീയതി വരെ നമുക്ക് ഈ ചർച്ചകൾ തുടരാം. അത് ചർച്ചകൾ തുടരട്ടെ. സമഗ്രമായി ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്.